വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, എഴുപുന്ന ഗോപിനാഥ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഉദ്ദേശം 10-20 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു അനുസ്മരണം നമ്മൾ ഇവിടെ വെച്ച് നടത്തണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള കാരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ പറ്റും. ഗോപിനാഥ് ജനിച്ചു വളർന്നതും അതിൻ്റെ ആദ്യകാലത്തെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം ചെലവഴിച്ച ഒരു നാടാണിത്. അദ്ദേഹം പഠിച്ച സ്കൂളാണിത്. അങ്ങനെ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് ഇവിടത്തെ ജനങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധത്തോടുകൂടി വളർന്നു വന്ന ഒരാളായിരുന്നു. കാലഘട്ടത്തിന്റെ പ്രയാണത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എറണാകുളം ജില്ലയിലേക്കും പ്രധാനമായും പറവൂരിലേക്കൊക്കെ മാറിയെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാനും അദ്ദേഹത്തിനോട് സ്നേഹം തോന്നുന്നതിനും സ്നേഹവായ്പ തോന്നുന്നതിനും പറ്റുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം അദ്ദേഹത്തിന് നടത്തുവാൻ കഴിഞ്ഞു. ഒരു പ്രശസ്തനായ ഒരു മജീഷ്യനായിരുന്നു. ഇന്ന് കേരള മലയാളി മജീഷ്യൻസിന്റെ സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പറവൂർ താലൂക്കിലെ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റു പൊതു വിപ്ലവ പ്രസ്ഥാനങ്ങളിലും ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലും സാംസ്കാരിക സംഘടനകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. നല്ലൊരു മജീഷ്യനായിരിക്കെ സാധാരണ അറിയപ്പെടുന്ന മജീഷ്യന്മാരെ പോലെ കേരളത്തിലാകമാനവും പുറത്തുമെല്ലാം തന്നെ മാജിക് നടത്താനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ മജീഷ്യനായി നിന്നുകൊണ്ട് ആവശ്യത്തിന് പണമുണ്ടാക്കി സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അതല്ല ചൂസ് ചെയ്തത്. വളരെ ഏറ്റവും നല്ല മുന്തി നിൽക്കുന്ന മജീഷ്യൻസ്മാരൊക്കെ നടത്തുന്ന എല്ലാ പ്രകടനങ്ങളും അറിയാമായിരിക്കെ തന്നെ സമൂഹത്തിൽ ശാസ്ത്ര പ്രചാരണത്തിന് മാജിക് എങ്ങനെ ഉപയോഗിക്കാം, അഥവാ അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന്, ദിവ്യാത്ഭുത അനാവരണത്തിനൊക്കെ എങ്ങനെ ഈ മാജിക്കിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിന് പ്രധാനമായ പരിപാടിയായി അദ്ദേഹം എടുത്തു. വളരെയധികം സമ്പത്ത് നേടാവുന്ന ഒരു കലയെ ജനകീയ കലയാക്കി മാറ്റുവാനും ആ കല ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ദിവ്യാത്ഭുത അനാവരണം നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ സമയം ചെലവഴിച്ചത്. അതല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഇപ്പൊ നമ്മുടെ അറിയപ്പെടുന്ന മജീഷ്യൻസ് പോലെ തന്നെ വളരെയധികം സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. ഒപ്പം തന്നെ ഈ പ്രവർത്തനം ശാസ്ത്രാർത്ഥ പരിഷത്തിന് നല്ലൊരു പ്രവർത്തകനായിരുന്നു. ശാസ്ത്രാവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രഭാഷണങ്ങൾ തയ്യാറാക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പലരും ഒരുപക്ഷെ കണ്ടു കാണും. അന്ധവിശ്വാസത്തെ സംബന്ധിച്ച്, അതേപോലെ തന്നെ നമ്മുടെ ജ്യോതിഷത്തെ സംബന്ധിച്ച്, അങ്ങനെ പലവിധമായ സബ്ജക്റ്റിൽ, അതായത് ഈ ശാസ്ത്രത്തിന്റെ, അതായത് ജ്യോതിശാസ്ത്രം എന്നുള്ള ഒരു മേഖലയെ വക്രീകരിച്ച് ജ്യോതിഷമാക്കി രൂപാന്തരപ്പെടുത്തി അത് വെറ്റ് കാശാക്കുന്നവർക്കെതിരായിട്ടുള്ള വളരെ ശക്തമായ പ്രചരണവും അതിനെ സംബന്ധിച്ചുള്ള വളരെ നല്ല വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. അങ്ങനെ തന്നെ നിരവധി ഈ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, കേവലം നമ്മളുടെ സമ്മേളനങ്ങളും അതുപോലെ തന്നെ ഇത് മാത്രം പോരാ, നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആകണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിന്റെ നിരവധിയായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വോളണ്ടറി അസോസിയേഷൻ, ഒരു സന്നദ്ധ സംഘടന എന്നുള്ള നിലയിലുള്ള പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്ന ശാസ്ത്രാർത്ഥ പരിഷത്ത്, യുക്തിവാദി സംഘം പോലെയുള്ള പ്രവർത്തനത്തിന്റെ വളരെ ശക്തമായ പ്രവർത്തനമായി നിൽക്കുമ്പോൾ പോലും അടിത്തട്ടിലുള്ള സാമാന്യ ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സന്നദ്ധ സംഘടനകൾ മാത്രം പോരാ, ഭരണത്തിൽ ഇടപെടലുകൾ വേണ്ടിവരും. അപ്പൊ അതിന് ഭരണത്തിൽ ഇടപെടാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അതിനും മുൻതൂക്കം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതായത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഭരണ സംവിധാനം ഉണ്ടാകണം എന്ന് വിചാരിച്ച ഒരാളാണ്. ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായി മാറുകയും CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായി മാറുകയും അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ വളരെ ശക്തമായ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പുരോഗമന കലാ സാഹിത്യ സംഘം അതുപോലെയുള്ള സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അങ്ങനെ നിരവധിയായ രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ
ഈ സാധാരണ ജനങ്ങളുടെ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹ്യമായ മുന്നോട്ടത്തിന് അന്ധവിശ്വാസങ്ങൾക്കെതിരായ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള കാര്യമായിരുന്നു. ഇപ്പൊ ഈ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് അചഞ്ചലമായി നിലകൊണ്ട ആൾക്കാരുടെ സ്മരണ ദിനങ്ങൾ, ഒരുപക്ഷെ ജന്മദിനമോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാരണങ്ങളോ സ്മരണ ദിനങ്ങളൊക്കെ നമ്മൾ ആചരിക്കുന്നത് എന്തിനാണ്? കേവലം അവരെ കുറിച്ച് പൊക്കിപ്പറയുക എന്നുള്ളത് മാത്രമല്ല, അവർ ചെയ്ത കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം ഈ കാലഘട്ടം അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ കാലഘട്ടം എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് ശാസ്ത്ര ചിന്ത പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ ആൾക്കാരെ നമ്മൾക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. നമ്മൾക്കിന്ന് അറിയാം, നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്, 51(a)(h) പറയുന്നുണ്ട്, ശാസ്ത്രീയ മനോഭാവം പുലർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ പൗരന്റെ ഒന്നാമത്തെ കടമ. ആ മൗലിക കടമകളിൽ പറയുന്ന ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണകൂടം അതിനുള്ള ആവശ്യമായ നിലപാടുകൾ എടുക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഗോപിനാഥനെ പോലെയുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ശാസ്ത്രീയ മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ നിരവധിയായ ഗോപിനാഥന്മാരെ ഈ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് നമ്മളുടെ ഈ കാലഘട്ടം. നമ്മൾ ഈ അനുസ്മരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഈ ഇന്നത്തെ നമ്മുടെ ഭരണകൂടം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് കേവലം അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനമുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റാണ് അതിനുള്ള ഫണ്ട് കൊടുക്കുന്നത്. ആ ശാസ്ത്ര കോൺഗ്രസിനുള്ള ഫണ്ട് കൊടുത്തുകൊണ്ട് ശാസ്ത്ര കോൺഗ്രസ് നടക്കുമ്പോൾ ഇന്ത്യയിലുള്ള വളർന്നു വരുന്നതും പരിണിതപ്രജ്ഞരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടി നിരവധിയായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നമ്മളുടെ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്, സമ്മേളനമാണ് ഈ ശാസ്ത്ര കോൺഗ്രസ്. ഈ വർഷം നമ്മൾ ശാസ്ത്ര കോൺഗ്രസിന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുത്തില്ല. 5 കോടി രൂപ കൊടുത്താൽ മതി. 5 കോടി രൂപയാണ് ഇതിന് കൊടുക്കുന്നത്. ഫണ്ട് കൊടുത്തില്ല, ശാസ്ത്ര കോൺഗ്രസ് വേണ്ട. പകരം എന്തിനാ കൊടുത്തത്? അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദങ്ങളിലെയും പുരാണങ്ങളിലേക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗവേഷണം നടത്താൻ അതിലേക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നു. ഇതാണ് അവസ്ഥ. നമ്മുടെ ശാസ്ത്രീയ മനോഭാവം വളർത്തണമെന്ന് പറയുന്ന ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇങ്ങനെയുള്ള കാലഘട്ടം ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല, ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മൾ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ മൺമറഞ്ഞു പോയവര് നമ്മളെ ഏൽപ്പിച്ചു തന്ന ചുമതല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച അവർ പ്രവർത്തിച്ച മണ്ഡലങ്ങൾ, ആ മണ്ഡലത്തിലേക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ശാസ്ത്രീയ മനോഭാവം വളർത്തുന്നതിന് വേണ്ടിയിട്ടും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്മളിവിടെ കൂടുന്നവർ അതിനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു മാനസികമായ തയ്യാറെടുപ്പ് നടത്തി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നതോടുകൂടി കേരള യുക്തിവാദ സംഘം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ തന്നെ ഡി പ്രകാശൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച കേരള യുക്തിവാദ സംഘമാണെന്നേ ഉള്ളൂ. കേരള യുക്തിവാദ സംഘത്തിന്റെ ആൾക്കാർക്ക് മാത്രമല്ല, എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ്. അതായത് ഗോപിനാഥിന്റെ കേവലം ഒരു സംഘടനയിൽ മാത്രം ഒതുങ്ങിയെന്ന് പ്രവർത്തിച്ച ഒരാളല്ല. സമൂഹത്ത് സംഘടനകൾക്ക് അതീതമായി മാനവികതയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും താഴത്തോട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിന്റെ അനുസ്മരണമാണ്. അതിനകത്ത് എല്ലാത്തിനും ആൾക്കാരും നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി മുന്നോട്ട് വരുവാൻ ഈ ഒരു അനുസ്മരണ സമ്മേളനം ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കും.